ശ്രീലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറൈറ്റി രീതിയിലുള്ള ഒരു ഉള്ളി തീയലുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സവാള സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 2-3 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്ത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ രീതിയിൽ ഇരിക്കണം തേങ്ങ വറുത്ത്. അപ്പോൾ അത് കേടുകൂടാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അത് ഞാൻ ഒരു 3-4 സ്പൂൺ തേങ്ങ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ മാത്രമാണ് ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താണ് ഞാൻ വറുത്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ എത്ര നാൾ വേണമെങ്കിലും വറുത്ത് ഫ്രിഡ്ജ് ഇതുപോലെ സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. നമുക്ക് ആവശ്യത്തിന് കുറച്ച് വറുത്ത് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യമായ മുളക് പൊടി, ഇവിടെ അത്യാവശ്യം എരി വേണ്ടത് പറഞ്ഞാൽ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഏകദേശം 1 സ്പൂൺ കായം, പിന്നെ ആവശ്യമായ പുളി. അപ്പം ഞാനിവിടെ ചെറിയൊരു കഷ്ണമാണ് ഇടുന്നത് പുളി. അത് തേങ്ങയുടെ കൂടെ ചേർത്തങ്ങ് അരയ്ക്കും. ചൂടാക്കി ചീനച്ചട്ടിയിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു 2 വറ്റൽമുളക്, അതിനുശേഷം 1 സ്പൂൺ കടുക് ഇട്ട് ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, സവാള പിന്നെ ഇട്ടാൽ മതി, ചെറിയ ഉള്ളി ആദ്യം ഇട്ട് അത് നന്നായിട്ട് വഴറ്റണം. വഴറ്റണമെന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഏകദേശം ഒരു ബ്രൗണിഷ് കളറ് വരണം ചെറുതായിട്ട്. അത് നന്നായി വഴണ്ട് ഏകദേശം ഈ കളറായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ട് തേങ്ങ അതിലേക്ക് ചേർക്കുക. അതിലേക്ക് തേങ്ങ അരച്ച ജാറ് കഴിഞ്ഞ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അങ്ങനെ ജാറ് കഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് അതങ്ങ് വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ആ ഉള്ളി വഴറ്റുന്ന സമയത്തിട്ട് ഇളക്കേണ്ടതായിരുന്നു കേട്ടോ. അപ്പം ഞാനത് മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇപ്പം ഉപ്പും മഞ്ഞൾ ചേർത്തതിന് ശേഷം അതുകൂടി ഇട്ടങ്ങ് തിളപ്പിക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇവിടെ. ഇത് ഇനി തിളച്ച് വറ്റണം. അപ്പോൾ ഉള്ളിയും ആ പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അതൊന്ന് വറ്റി കുറി വരുമ്പോഴേക്കും ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് അതിലേക്കിട്ട് ഒന്ന് ഇളക്കി വെക്കണം. ഇനിയാണ് നമ്മുടെ സവാളയുടെ ഉപയോഗം വരുന്നത്. ചൂടായ ചീനച്ചട്ടിയിലേക്ക് സവാള വഴറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. ഓണത്തിന് സദ്യയുടെ കൂട്ടത്തിൽ ഒരു സൈഡ് ഡിഷായി ഇത് വിളമ്പാൻ കേട്ടോ.
സവാള ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ച തീയലിലേക്ക് ഈ സവാളയും കൂടെ ചേർത്ത് വഴറ്റിയും ചേർത്ത് ഇളക്കി വാങ്ങാം. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. തീയൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം.